നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിലും ഭരണമാറ്റമുണ്ടായി. അസമിലും പുതുച്ചേരിയിലും മാത്രമാണ് നിലവിലുണ്ടായിരുന്ന സർക്കാർ തുടർന്നത്. ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതെവിടെ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് പശ്ചിമ ബംഗാളിലാണ്. മമതാ ബാനർജിക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. കേരളത്തിൽ പിണറായി വിജയനും സമാനമായ ഒരു തിരിച്ചടി ലഭിച്ചു. 102-ലധികം സീറ്റുകൾ നേടിയാണ് UDF അധികാരത്തിൽ വന്നത്. എന്നിട്ടും പിണറായി വിജയന് സ്വന്തം മണ്ഡലത്തിൽ തോൽക്കേണ്ടി വന്നില്ല. പിണറായി വിജയൻ പിന്നിലേക്ക് പോയെങ്കിലും, ലീഡ് നിലയിലൊക്കെ കുറേ സമയം പിന്നിലേക്ക് പോയെങ്കിലും അവിടെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിലും പരാജയത്തിന് സമാനമാണ് എന്ന് പറയാമെങ്കിലും അവിടെ ജയം നേടുകയാണ് പിണറായി വിജയന് ഉണ്ടായത്. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ ഉരുക്കുകോട്ട, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആ മണ്ഡലം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ കൈവിട്ടു. ആ രീതിയിലായിരുന്നു അവിടുത്തെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത്. DMKയ്ക്ക് ഭരണം നഷ്ടമായി. ഭരണം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ച് പ്രതിപക്ഷത്ത് 5 വർഷം കാത്തിരുന്ന AADMKയ്ക്ക് അവസരം നഷ്ടപ്പെട്ടു. പുതിയ രാഷ്ട്രീയ പാർട്ടിയായ TVK ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി അവിടെ മാറുകയും ചെയ്തു. പക്ഷേ ബംഗാളിലാണ് അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മമതാ ബാനർജിക്ക് നേരിടേണ്ടി വന്നത്. 200-ലധികം സീറ്റുകൾ ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ പാർട്ടി 80 സീറ്റുകളിലേക്ക് ഒതുങ്ങി. 77 സീറ്റുകൾ മാത്രം കൈവശമുണ്ടായിരുന്ന BJP ഇതാദ്യമായി സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണത്തിൽ, അതായത് 207 സീറ്റുകൾ നേടി അധികാരത്തിൽ വരികയും ചെയ്തു. അത്രമാത്രം ഭരണവിരുദ്ധ വികാരമാണ് ബംഗാളിലുണ്ടായത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അത്രമാത്രം ജനങ്ങൾ വെറുത്തിരുന്നു. ഈ കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മമതാ ബാനർജി പിടിച്ചു നിന്നു. മമതാ ബാനർജിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. BJPക്ക് മമതാ ബാനർജിയെ മറികടക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. അപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു മമതാ ബാനർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ തെരഞ്ഞെടുപ്പ് വിധി അതുണ്ടാകും എന്നാണ്, നിയമസഭയിലും ഉണ്ടാകുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറി മറിഞ്ഞു. BJPയുടെ ക്യാമ്പയിനിങ് ആയിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ജനങ്ങളെ അവർ കാരണസഹിതം ബോധ്യപ്പെടുത്തി. എന്താണ് മമതാ ബാനർജി അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്? രാജ്യവിരുദ്ധ ശക്തികളെ വോട്ട് ബാങ്കാക്കി നിലനിർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയാണ് അവർ ചെയ്തത്. അതിനെതിരെ ഭൂരിപക്ഷ മതവിഭാഗം, ഹിന്ദുക്കൾ ഒന്നടങ്കം BJPക്ക് പിന്നിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 15 വർഷം മമതാ ബാനർജി സംസ്ഥാനത്ത് നടത്തിയ മുസ്ലിം പ്രീണനം മുഴുവൻ ഇക്കൊല്ലം തിരിച്ചടിക്കുകയാണ് ചെയ്തത്. മുസ്ലിം പ്രീണനം രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും ആരെങ്കിലും അപകടത്തിലാക്കുമോ? അതും ഇക്കാലത്ത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ മണ്ടത്തരം ആരും കാണിക്കില്ല. പക്ഷേ മമതാ ബാനർജി അത് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ പതനത്തിന് അത് കാരണമായി മാറിയത്. അത് മറ്റൊന്നുമല്ല, ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം. അനധികൃതമായി ബംഗ്ലാദേശികൾ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവിടെ അവർക്ക് ഇന്ത്യയുടെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കിട്ടാനുള്ള പല ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഏജൻസികൾക്കെതിരെ മമതാ ബാനർജി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ SSLC ബുക്കും ആധാർ കാർഡും പാസ്പോർട്ടും അടക്കം ഈ രീതിയിൽ വ്യാജമായി സംഘടിപ്പിക്കുന്ന ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, വോട്ടർ പട്ടികകളിൽ ഇടം നേടുന്നു. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ ജനസംഖ്യാപരമായ ചില മാറ്റങ്ങൾ ഇവർ വരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും അസം പോലെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലുമെല്ലാം ഇങ്ങനെയാണ് ജനസംഖ്യാപരമായ വലിയ മാറ്റം വരുത്തുന്നത്. എന്തിനാണ് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് ഇത്രയധികം ആളുകൾ അനധികൃതമായി കുടിയേറി പാർക്കുന്നത്? മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും, അത്ര മെച്ചമൊന്നുമല്ല എങ്കിൽ പോലും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും വരുമാനവും ഒക്കെ ആയിരിക്കാം അവരുടെ ലക്ഷ്യം. പക്ഷേ ഇതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിൽ നിന്നും അനധികൃത കുടിയേറ്റം വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം ബംഗ്ലാദേശ് സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ബംഗാൾ സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം ഭരണാധികാരികളും
ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവർ അനധികൃത കുടിയേറ്റത്തെ തടയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ബംഗാളിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇവർക്ക് ഈ അനധികൃതമായി കടന്നു വരുന്നവരെ വോട്ട് ബാങ്കാക്കി അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് ഭദ്രമാക്കണം. അപ്പുറത്ത് ബംഗ്ലാദേശ് സർക്കാരിനാണ് എങ്കിൽ ഇന്ത്യയെ തള്ളിപ്പറയുന്ന, ഇന്ത്യയെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന ബംഗ്ലാദേശിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വേണം. അങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ബംഗാളിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള നീക്കം, ഇതൊക്കെയാണ് ആരുടെയൊക്കെയോ പിന്തുണയോടുകൂടി ബംഗ്ലാദേശിൽ ഒരു വിഭാഗം ഗൂഢാലോചന നടത്തിയിരുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് അനധികൃതമായി ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നത്. ഇതിനെ മമത എതിർക്കുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ അനധികൃത കുടിയേറ്റത്തെ കേന്ദ്ര സർക്കാർ തടയാത്തത് എന്ന് ചോദിച്ചേക്കാം. കേന്ദ്ര സർക്കാരിന് തടയണമെങ്കിൽ അതിർത്തികൾ സുരക്ഷിതമാക്കണം. അതിർത്തികൾ സുരക്ഷിതമാക്കിക്കൊണ്ട് വേലി കെട്ടി അതിർത്തികൾ സമ്പൂർണ്ണമായി സുരക്ഷിതമാക്കിക്കൊണ്ട് നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിന് ഉള്ള ഭൂമി സംസ്ഥാന സർക്കാരിനോട് നമ്മുടെ BSF കാലാകാലങ്ങളായി, വർഷങ്ങളായി മമതാ ബാനർജി സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജി സർക്കാർ അത് നൽകാൻ തയ്യാറായിരുന്നില്ല. ഈ നിമിഷം വരെ, അവർ പുറത്തു പോകുന്നത് വരെ അത് നൽകിയിട്ടില്ല. ഏതാണ്ട് 600 ഏക്കറോളം ഭൂമി BSF ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ അതിർത്തി വേലി കെട്ടി തരംതിരിക്കണം, അതുവഴി ഒരാൾ പോലും ഇങ്ങോട്ട് അനധികൃതമായി കടക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം, അതിന് ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഇതുവരെ അവർക്ക് ഭൂമി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് ബംഗാൾ അത് തിരുത്തുകയാണ്. മമതാ ബാനർജിയെ ജനം ചവിട്ടി പുറത്താക്കി. കാരണം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നാൽ ഏത് മുഖ്യമന്ത്രിയാണ് ഭാരതത്തിലെ ജനങ്ങൾ വെച്ചു വാഴിക്കുക? സ്വാഭാവികമായും മമതയ്ക്ക് അവരുടെ ഈ പറയുന്ന രാജ്യവിരുദ്ധരുടെ വോട്ട് ബാങ്ക് SIRലൂടെയും കേന്ദ്രസേനയുടെ വിന്യാസത്തിലൂടെയും നഷ്ടമായപ്പോൾ ജനങ്ങൾ അവരെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം ഇന്നിപ്പോൾ BJP സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ബംഗാൾ അതിൻ്റെ തെറ്റ് തിരുത്തുകയാണ്. അതായത് 600 ഏക്കർ ഭൂമി അടിയന്തരമായി 45 ദിവസത്തിനുള്ളിൽ BSFന് കൈമാറണമെന്ന് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ബംഗാളിൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം, ആദ്യ ക്യാബിനറ്റ് യോഗമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിയമ നൂലാമാലകളെല്ലാം തീർത്ത് വളരെ വേഗം, കഴിയുന്നതും വേഗം ഈ ഭൂമി രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് BSFന് കൈമാറണമെന്നാണ് ബംഗാൾ ക്യാബിനറ്റ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ചീഫ് സെക്രട്ടറിയെയും റവന്യൂ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതുമാത്രമല്ല, ഇന്നത്തെ ആദ്യ ക്യാബിനറ്റിൽ ഒട്ടനവധി തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സൈന്യത്തിന് ഭൂമി കൈമാറുക എന്നുള്ളതാണ്. കാരണം അനധികൃതമായ നുഴഞ്ഞുകയറ്റം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ആ ഭൂമി സൈന്യത്തിന് വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നു. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു നമ്മുടെ ക്രിമിനൽ കോഡുകളുടെ മാറ്റം. കേന്ദ്ര സർക്കാർ IPC പോലെയുള്ള ക്രിമിനൽ കോഡുകൾ മാറ്റി കാലാനുസൃതം കുറ്റവും ശിക്ഷയുമെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ഭാരതീയ ന്യായ സംഹിത. ആ ഭാരതീയ ന്യായ സംഹിത പറയത്തക്ക വിശദീകരണമോ കാരണമോ ഒന്നും കൂടാതെ മമതാ ബാനർജി ബംഗാളിൽ നടപ്പിലാക്കാതെ ഇരിക്കുകയായിരുന്നു. അതിന് ഭാരതീയ ന്യായ സംഹിത നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോഴും പുറത്തിറക്കാൻ തയ്യാറായിരുന്നില്ല മമതാ ബാനർജി. ഇപ്പോഴിതാ മമതാ ബാനർജിയെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം പുതിയ അധികാരത്തിലേറിയ സർക്കാർ ഇപ്പോൾ ഈ ഭാരതീയ ന്യായ സംഹിത സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1 വർഷമായി രാജ്യത്ത് സെൻസസ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജാതി സെൻസസും കൂടി ഇത്തവണ നടക്കുന്നു എന്നുള്ളതാണ് ഇക്കൊല്ലത്തെ സെൻസസിൻ്റെ പ്രത്യേകത. സെൻസസ് അടക്കം കാലാനുസൃതമായി പൂർത്തിയായാൽ മാത്രമേ വനിതാ സംവരണ ബില്ലടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ. മാത്രമല്ല, പുതിയ ജനസംഖ്യ അനുപാതവും കൂടി വച്ചിട്ട് വേണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ. രാജ്യം ലോകത്തിലെ 3-ാം നമ്പർ സാമ്പത്തിക വ്യവസ്ഥയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സെൻസസിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരുകളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് സെൻസസ് നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആ സെൻസസ് നടപടികൾ ഇതുവരെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 വർഷം താമസിച്ചു ഇത് തുടങ്ങാനായി. അതിന് ഇപ്പോൾ ബംഗാൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും വേഗം സെൻസസ് നടപടികൾ തുടങ്ങാനാണ് ക്യാബിനറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള കേന്ദ്ര പദ്ധതികളുമായി സഹകരിക്കാൻ
മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. പാവപ്പെട്ട വയോജനങ്ങൾക്കും അല്ലാത്ത 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ വർഷാവർഷം നൽകുന്ന പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് മാത്രമല്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ അത് മനുഷ്യത്വപരമായ ഈ പദ്ധതി ബംഗാളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മമതാ ബാനർജി അനുവദിച്ചിരുന്നില്ല. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യ ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലുള്ള നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിരിക്കുകയാണ്. മമതാ ബാനർജിയെ എന്തുകൊണ്ട് ജനങ്ങൾ ചവിട്ടി പുറത്താക്കി എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ ക്യാബിനറ്റ് യോഗങ്ങൾ. മാത്രമല്ല, ബംഗാളിൻ്റെ ക്രമസമാധാനം അടക്കം മാറ്റിമറിക്കുന്നതിന് ബംഗാളിൻ്റെ ആരോഗ്യരംഗത്തെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിലെയും ഒക്കെയുള്ള പുരോഗതി അത് ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം ദീർഘകാല പദ്ധതികൾ ആവശ്യമാണ്. സന്ദേശ് ഖലി നാം ഓർക്കുന്നുണ്ട്. അവിടെ നിരവധി സ്ത്രീകളെയാണ് അടിമകളാക്കി ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് സൂക്ഷിച്ചിരുന്നത്. ആ അടിമകളായ യുവതികളെക്കുറിച്ചുള്ള കഥകൾ പുറം ലോകം അറിഞ്ഞപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ആയിരുന്നോ എന്ന കാര്യം പോലും നമ്മൾ സംശയിച്ചതാണ്. ആ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, മമതാ ബാനർജിയുടെ അടുപ്പക്കാരനായ ഒരു വ്യക്തി, ഒരു ഗുണ്ടയാണ് ഇത്രയധികം ഹിന്ദു സ്ത്രീകളെ സന്ദേശ് ഖലിയിൽ പീഡിപ്പിച്ചത്. സന്ദേശ് ഖലി സംഭവത്തിന് ശേഷം വലിയ രീതിയിലുള്ള ജനവികാരം അവിടെ ഉയർന്നിരുന്നു. അതിന് ശേഷം ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സംഭവം, അവിടെ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആ കേസ് കൈകാര്യം ചെയ്യുന്നതിലും ഗുരുതരമായ വീഴ്ച മമതാ ബാനർജിക്കും അവരുടെ സർക്കാരിനും പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടിരുന്ന ഒരു സർക്കാരാണ് മമതാ ബാനർജിയുടെ സർക്കാർ. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് പശ്ചിമ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതരായിരുന്നില്ല എന്ന് ജനങ്ങൾക്കൊരു അഭിപ്രായമുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മമതാ ബാനർജിയുടെ പതനം ഉറപ്പാക്കിയ ഘടകങ്ങളാണ്. ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നയം അതെല്ലാം പുതിയ സർക്കാരിനും ഉണ്ടാകേണ്ടതാണ്. മമതാ ബാനർജിയുടെയും CPIM-ൻ്റെയും എല്ലാം തനിയാവർത്തനം പുതിയ സർക്കാരിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ആ ആഗ്രഹത്തിന് ഒത്തുയരാൻ പുതിയ സർക്കാരിന് കഴിയണം എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരം അത് വെറുതെ ഉണ്ടാകുന്നതല്ല. ജനങ്ങളെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുക, ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുക, ജനങ്ങളെ ഒരു കാരണവശാലും ബഹുമാനിക്കാതിരിക്കുക, അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് അധികാരത്തിലിരിക്കുന്നവർ എത്തിച്ചേരുക, ഇതെല്ലാമാണ് ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. അതെല്ലാം വളരെ ശക്തമായി തന്നെ ബംഗാളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിനും തമിഴ്നാടിനെയും അപേക്ഷിച്ച് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ബംഗാളിൽ ഉണ്ടായത്.